Welcome friends once again to our class on Indian financial system. We are now on lesson 4.07 in merchant banking. This lesson deals with the grant of certificate of registration, fees, etc. Merchant banking and registration, the initial steps, submission of application to confirm, application for registration to conform to various norms. ഇതെല്ലാം നമ്മൾ കൺസിഡറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ലെസണിൽ കാണുകയുണ്ട് 4.06. So now we are at a stage where your application for registration is being considered by the board or has been considered by the Board Securities Exchange Board of India. Now we move on to the stage where the board will grant you the certificate of registration and the fee that is to be paid for this. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാ രീതിയിലും പൂർണ്ണമാണെന്ന് ബോർഡ് വിലയിരുത്തി കഴിഞ്ഞാൽ SEBI will grant you certificate of registration which will be subject to payment of prescribed fees. അതിന് കൊടുക്കുന്ന ഫീ നിങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. ഫീ എന്ന് പറയുന്ന ഫീ അവർ പ്രിസ്ക്രൈബ് ചെയ്ത ഫീ അത് എത്രയാണെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഫീ എത്രയാണെന്നുള്ളത് we will understand in the next few moments. അപ്പോൾ ഫീ അവർ പറയുന്ന രീതിയിൽ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഫീ കൊടുത്തിരിക്കണം. ആനുവൽ ഫീ ആണെങ്കിൽ ആ ഫീ പറയുന്ന സമയത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. വൺസ് യുവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് സസ്പെൻഡഡ് നിങ്ങൾക്ക് മെർച്ചന്റ് ബാങ്കർ എന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. ഓൾ നോർമൽ സിവിക് സൊസൈറ്റിയുടെ റൂൾസ് ആണ് ഇതല്ല. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി നടത്തണമെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഈസ് വാലിഡ് സബ്ജക്ട് ടു പേയ്മെന്റ് ഓഫ് ഫീസ് within prescribed time, and if you don't pay your fee within the prescribed time you will not be able to carry out any of the activities which are mentioned in the certificate of registration. The normal ഏതൊരു രജിസ്ട്രേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. Now there is something called renewal of certificate of registration. Every registration is given for a particular period. ഒരു പ്രത്യേക സമയത്തിന് വേണ്ടിയായിരിക്കും എപ്പോഴും രജിസ്ട്രേഷൻസ് നൽകുക. അപ്പോൾ രജിസ്ട്രേഷൻസിന്റെ ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു റിന്യൂവൽ അപ്ലൈ ചെയ്യണം. ലൈക്ക് എനി അതർ രജിസ്ട്രേഷൻ പ്രോസസ്. നിങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ 15 years ആണ് രജിസ്ട്രേഷൻ. അപ്പോൾ അതിന് മുൻപേ ലൈസൻസ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും. അത് എക്സ്പയറി ആവുന്നതിന് മുൻപ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യണം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രോസസ്സ്. സോ ഹിയർ ഇറ്റ് സേസ് ദാറ്റ് 3 months ബിഫോർ ദ ഡേറ്റ് ഓഫ് റിന്യൂവൽ, നിങ്ങൾ റിന്യൂവലിന് 3 മാസം മുൻപ് തന്നെ നിങ്ങൾക്ക് എക്സ്പയറിക്ക് 3 മാസം മുൻപ് തന്നെ നിങ്ങൾക്ക് റിന്യൂവലിനുള്ള സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. It will be made the same way as you are making a fresh application. പുതിയ ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അതേ പ്രോസസ്സിലും രീതിയിലുമാണ് നിങ്ങൾ റിന്യൂവലിന്റെ ആപ്ലിക്കേഷനും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ whether it is for renewal or whether it is for a fresh registration, the board will verify your application, the board will consider your application, and being satisfied the board will grant you your certificate of registration and intimate you. നിങ്ങൾ intimate ചെയ്യും, you have been granted the certificate of registration, now you are required to pay the fee. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് പ്രൊവിഷണൽ ഗ്രാന്റ് ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ ലയബിൾ ടു പേ ദ ഫീസ്. നിങ്ങൾക്ക് ആ ഫീ അടയ്ക്കേണ്ട ബാധ്യതയുണ്ട്. Now, if for some reason the board decides not to grant you registration, നിങ്ങളുടെ application for registration, board has a right to reject your application for registration or for renewal of registration if it does not conform to certain standards or rules, or if the board does not deem fit that your application for registration or renewal of registration and eligible and the board can reject it. So such rejection should be communicated to the application within 30 days. Once the decision has been taken to not to grant you registration or renewal, or if they have decided to reject your application for registration or renewal, they will have to intimate you within 30 days. And if you are not satisfied, if you are cause for complaint, if you feel that the board has been unfair to you, the board is unjust in its decision not to grant you registration or renewal, you can submit an application for reconsidering the board's decision. The board in the decision reconsider ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. All this is part of fair democratic process. അപ്പോൾ സോ വൺസ് ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. വൺസ് വിത്തിൻ say 30 days of your receiving the intimation from the board that your application has been rejected, within another 30 days you can submit your application for reconsideration. You can reapply. Number 30 days ആണ് ഇവിടെ വരുന്നത്. One is the board will communicate to you
So suppose on January 1st, the board has decided that your application is rejected. The board has to communicate to you within 30 days. So within January 30, the board will communicate its rejection of your application. And within February 20th or 29th, with another 30 days, or March 2nd, whatever it may be, within another 30 days, you will have to reapply to the board for reconsideration of your application. So any applicant whose application for registration renewal has been rejected shall cease to. It's a normal procedure. ആരുടെയെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിജക്റ്റഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിരിക്കുന്നു, ദേ കനോട്ട് ഡു എനി ആക്ടിവിറ്റി ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദെയർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിജക്റ്റഡ്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വന്ന ഡേറ്റ് മുതൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനി ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്തു, റിജക്ട് ചെയ്തു. സപ്പോസ് റിന്യൂവൽ ആപ്ലിക്കേഷൻ ആണെന്ന് കരുതുക. റിന്യൂവൽ ആപ്ലിക്കേഷൻ നിങ്ങൾ 3 മാസം മുൻപേ തന്നെ നിങ്ങൾ ബോർഡിന് കൊടുത്തു. യുവർ ക്യാരിങ് ഓൺ എ മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റി. അത് 3 മാസം റിന്യൂവലിനും എക്സ്പയറിക്ക് 3 മാസം മുന്നേ നിങ്ങൾ റിന്യൂവലിന് ആപ്ലിക്കേഷൻ കൊടുത്തു. ആൻഡ് വിത്തിൻ 30 days the board has intimated you that your application for renewal is being rejected. അപ്പോൾ നിങ്ങൾ നിർത്തണം നിങ്ങളുടെ മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റി. ദ മൊമെന്റ് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിജക്റ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വന്നാൽ ആ ദിവസം മുതൽ നിങ്ങൾ യു സീസ് ടു കണ്ടക്ട് എനി മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റി. Now provisions relating to initial registration, permanent registration. Now initial രണ്ട് രീതിയിലുള്ള രജിസ്ട്രേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഈസ് ദാറ്റ് വെൻ യു അപ്ലൈ ഇനീഷ്യലി, ആദ്യമായിട്ട് നിങ്ങൾ മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ ആണ് കിട്ടുക. ആദ്യത്തെ 5 വർഷത്തേക്ക് യു വിൽ ഹാവ് ടു, ദിസ് ഇസ് ആൻ ആനുവൽ രജിസ്ട്രേഷൻ, യു വിൽ ഹാവ് ടു റിന്യൂ ഇറ്റ് എവറി ഇയർ. ഓരോ വർഷവും 9 months ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത 1 yearലേക്കുള്ള ആപ്ലിക്കേഷൻ റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ 3 months ബിഫോർ കംപ്ലീഷൻ ഓഫ് 5 years ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് അണ്ടർ ഇനീഷ്യൽ രജിസ്ട്രേഷൻ. അപ്പോൾ ആദ്യത്തെ 5 വർഷത്തേക്കാണ് ഇനീഷ്യൽ രജിസ്ട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആനുവൽ രജിസ്ട്രേഷൻ ഫോർ ദ ഫസ്റ്റ് 5 years, ആദ്യത്തെ 5 വർഷത്തേക്കാണ്. അപ്പോൾ 5 വർഷം തീരുന്നതിന് 3 മാസം മുൻപ് നിങ്ങൾക്ക് യു ക്യാൻ അപ്ലൈ ഫോർ എ പെർമനന്റ് രജിസ്ട്രേഷൻ. ആദ്യത്തെ 5 വർഷം ഇനീഷ്യൽ രജിസ്ട്രേഷൻ ആണ്. ഈച്ച് ഇയർ യു വിൽ ഹാവ് ടു ഡു എ റിന്യൂവൽ ബിഫോർ ദ എക്സ്പയറി ഓഫ് 12 months ഫ്രം ദ 9th month itself. 3 മാസം മുൻപേ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള റിന്യൂവൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. As you complete about 5 years, അതിന് 3 മാസം മുൻപ് നിങ്ങൾക്ക് ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷന് കൊടുക്കാവുന്നതാണ്. Now, once your permanent registration application നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ, it should contain details of any changes in information furnished for initial registration renewal. നിങ്ങൾ പെർമനന്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് മുൻപ് കൊടുത്തിരിക്കുന്ന ഇനീഷ്യൽ രജിസ്ട്രേഷൻ, ഓരോ ഇയർ നിങ്ങൾ ഇനീഷ്യൽ രജിസ്ട്രേഷന് നിങ്ങൾ റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ, ആ ഡേറ്റയിൽ അതിലുള്ള ഇൻഫർമേഷനിൽ എന്തെങ്കിലും വ്യത്യാസം, പല കാര്യങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. ക്യാപിറ്റൽ അഡിക്വസി, സ്റ്റാഫിന്റെ സ്ട്രെങ്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷനിൽ. നിങ്ങൾ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ 5 വർഷം മുൻപേ കൊടുത്തതിലോ ഓരോ വർഷവും റിന്യൂ ചെയ്യുമ്പോൾ കൊടുത്തതിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെർമനന്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ അത് സൂചിപ്പിച്ചിരിക്കണം. അതുപോലെ അതിലൊരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. മേൽപ്പറഞ്ഞ ചേഞ്ചസ് അല്ലാതെ മറ്റ് യാതൊരു ചേഞ്ചസും ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വന്നിട്ടില്ല. ചിലപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫ്രം എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇറ്റ് മേ ഹാവ് ബിക്കം എ പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഇറ്റ് മേ ഹാവ് ബിക്കം എ കമ്പനി. ഇതൊക്കെ ഒരു 5 വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇഫ് സം ചേഞ്ചസ് ഹാവ് ഹാപ്പൻ, യു നീഡ് ടു മെൻഷൻ ദാറ്റ് ഇൻ യുവർ ആപ്ലിക്കേഷൻ ഫോർ പെർമനന്റ് രജിസ്ട്രേഷൻ. ഒന്ന്, യു ഹാവ് ടു സബ്മിറ്റ് എ ഡിക്ലറേഷൻ ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ചേഞ്ചസ് മെൻഷൻഡ് ഇൻ ദ intimated above in the application, there are no further changes. അപ്പോൾ ബോർഡ് എന്ത് ചെയ്യും? ബോർഡ് ഇറ്റ് വിൽ കൺസിഡർ ഇറ്റ് ആസ് എ ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ ഇനീഷ്യൽ രജിസ്ട്രേഷൻ. ഒരു പുതിയ ആപ്ലിക്കേഷൻ, നിങ്ങൾ പെർമനന്റ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്നത് ഒരു പുതിയ ഇനീഷ്യൽ രജിസ്ട്രേഷന്റെ ആപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്തിട്ട് ബോർഡ് വിൽ ഇന്റിമേറ്റ് യു ദാറ്റ് യു ഹാവ് ബീൻ ഗ്രാന്റഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ. ആൻഡ് ഓൺ പെർമനന്റ് രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ദ ആപ്ലിക്കന്റ് ഷുഡ് ഹാവ് ടു മേക്ക് എ പേയ്മെന്റ്. പെർമനന്റ് രജിസ്ട്രേഷന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 5 lakh rupees for 3 years. 5 lakh rupees for 3 years ആണ് നിങ്ങൾക്ക് പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ഫീസ്. മറ്റേത് ആനുവൽ ഫീ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ പെർമനന്റ് രജിസ്ട്രേഷൻ is granted for 3 years. The fee payable is 5 lakh rupees for a block of 3 years. Now, period of validity of certificate of registration, as said earlier, your permanent registration is valid for a period of 3 years. അപ്പോൾ 3 വർഷത്തേക്കാണ് ഒരു പെർമനന്റ് രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർമനന്റ് രജിസ്ട്രേഷനിലെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്: 5 lakh rupees every 3 years from the 6th year of grant of initial registration or from completion of the period of renewed certificate of registration. അതായത് നിങ്ങൾ 6th year മുതൽ
നിങ്ങൾ 3 വർഷത്തേക്ക് 5 lakh rupees കൊടുക്കണം. ഈ 3 വർഷത്തിന്റെ കഴിഞ്ഞ് വീണ്ടും റിന്യൂവൽ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി അഗെയിൻ ഫോർ പീരീഡ് ഓഫ് 3 years. അപ്പോൾ 3 വർഷത്തെ ബ്ലോക്കുകളിലാണ് നിങ്ങൾ 5 lakh rupeesന്റെ ഫീസ് പെർമനന്റ് രജിസ്ട്രേഷന് കൊടുക്കേണ്ടത്. ഓൾ ദീസ് ആർ റെഗുലേറ്ററി ടേംസ്. നേരത്തെ പറഞ്ഞ പോലെ ദീസ് ആർ മോസ്റ്റ്ലി സെൽഫ് എക്സ്പ്ലനേറ്ററി. ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് അല്ല, പക്ഷേ ദീസ് ആർ ഓൾ പോയിന്റ്സ് വിച്ച് യു നീഡ് ടു റീകളക്ട് ആൻഡ് റിമെമ്പർ. 5 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. 3 വർഷത്തേക്കാണ് 5 ലക്ഷം രൂപ കൊടുക്കേണ്ടത് എന്നുള്ളതിലും there is nothing that needs to be understood, but you should keep it in memory. ഇതെല്ലാം one of the specialities when you study regulations and law. Okay, so ഇതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്. അടുത്ത ക്ലാസ്സിൽ lesson 4.08 we will understand what are the regulations prescribed by SEBI for merchant bankers. Until then, goodbye. Thank you.